എന്തെങ്കിലും അതായത് അല്ലേ വളരെ മോശമായി പോയി സിന്ധു. ഒരു ചിക്കൻ കറിയിൽ അല്ല പ്രയോറിറ്റി ഇരിക്കുന്നത്. എന്നാലും അശ്വിന്റെ സ്ഥാനത്ത് നിമിഷോ അർജുനോ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? അവരെ മുൻപിലിരുത്തി നിങ്ങൾ സ്വയം വിളമ്പി കഴിക്കുമോ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ ആദ്യം തന്നെ പറയാം, ഈ അന്ധമായിട്ടുള്ള ഫാൻസും ബാധിച്ചിട്ടുള്ള ആരെങ്കിലും കമൻറ്റ് ബോക്സിനകത്ത് വന്ന് ഇനി വല്ലതും സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങോട്ട് മാറിയിരി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു വീഡിയോക്കകത്ത് കണ്ടിട്ടുള്ളത് ഒരു ഇപ്പം ഞാൻ മെജോറിറ്റി വീഡിയോ ഇപ്പം ഓസി അഥവാ നമ്മുടെ ദിയ കൃഷ്ണയുടെ കാര്യമാണെങ്കിൽ ആ ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പല വീഡിയോസ് വന്ന സമയത്തും എനിക്ക് അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നിയിട്ട് ഞാൻ വീഡിയോ ഇട്ടുള്ള ആളാണ്. ബട്ട് ഇതിനകത്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എനിക്ക് ഇതിനകത്ത് വേറെ ഡിഫറൻ്റ് ആയിട്ട് ഒപ്പീനിയൻ ഉണ്ട്. ഞാനത് വഴിയേ പറയാം. ഇനി ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കണ്ടവൻ്റെ കുടുംബകാര്യമുണ്ട്. കണ്ടവൻ്റെ കുടുംബകാര്യം എന്നുള്ള സാധനം, കണ്ടവൻ്റെ കുടുംബകാര്യത്തിൻ്റെ അകത്തുള്ളത് പബ്ലിക്കിൻ്റെ അകത്ത് വന്ന സാധനം പബ്ലിക്കിൽ വന്ന് ചർച്ചയായിട്ട് 2 ദിവസത്തിന് ശേഷം മാത്രം സംസാരിക്കുന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതുകൊണ്ട് ഈ കണ്ടവരുടെ കുടുംബകാര്യത്തിൻ്റെ പുറകെ നടന്നതൊന്നുമല്ല. അവിടെ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ചെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. 2 ദിവസം മുമ്പ് ഞാൻ അവധിയായിരുന്നു. സോ തുടക്കത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇനി ബാക്കിയുള്ള വിഷയത്തിലെ കാര്യം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അത് ജസ്റ്റ് ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. കുറച്ചധികം പേര് ഈ ഇൻബോക്സിൻ്റെ അകത്ത് കൊണ്ട് തന്നൊരു വീഡിയോ ആണിത്. ഇതിനകത്ത് ആദ്യം തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞത് സൺഡേ ഈവനിങ് ദിയ കൃഷ്ണ ഓസി ടാക്കീസ് പുള്ളിക്കാരത്തിൻ്റെ ചാനൽ വന്ന വീഡിയോ ആണ്. അതിനകത്ത് ദിയ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമൻറ്റ് വായിച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം കമൻറ്റ് ഇതാണ്: സച്ച് ഡിസ്കസ്റ്റിംഗ് കമൻറ്റ്, മൈ മദർ ട്രീറ്റ്സ് ഹിം ലൈക്ക് ഹെർ ഓൺ സൺ ആൻഡ് ഹെൻസ് ടേക്സ് ദ ഫ്രീഡം ടു ടോക്ക് ടു ഹിം ലൈക്ക് ഷീ ടോക്ക് ടു അസ്. ഇവിടെ തുടക്കത്തിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് അവനൊരു മകനെ പോലെയാണ്, അതുകൊണ്ട് തന്നെ അശ്വിന് മകനെ പോലെ ആയതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ അവനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള കാര്യമാണ്. സോ അത് ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇവർക്കെതിരെ കമൻറ്റ് ഇട്ടു എന്ന് പറയുന്ന ആൾക്കാരെ അങ്ങ് ദിയ കൃഷ്ണ അങ്ങോട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, എന്തിനാണ് നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുന്ന ചോദ്യമാണ്. പക്ഷേ ആ കമൻറ്റിൻ്റെ താഴെ പോലും ഇവരുടെ വിടാതെ പിന്തുടർന്നുകൊണ്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് ആ വിഷയം കാണാം. കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വളരെ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടൊക്കെ വരുന്നൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൻ്റെ അകത്ത് ചില സിറ്റുവേഷൻസ് ഒക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ ഇവരെ കമ്പയർ ചെയ്തിട്ടില്ല, പക്ഷേ ഞാനത് പറയാം. ആദ്യം ഇത് കാണാം. ഇവിടെ ഇവരിന്ന് ദിയ കൃഷ്ണയുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്, അശ്വിനടക്കം എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഓസി ഇവരൊക്കെ കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്തൊരു ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ചിക്കൻ കറി വയ്ക്കുന്നു, അതിനുശേഷം സെർവ് ചെയ്യുന്ന കാര്യമാണ് കാണുന്നത്. ഇപ്പം സിന്ധു കൃഷ്ണ ഇരിക്കുന്നു. സിന്ധു കൃഷ്ണ തുടക്കത്തിൽ തന്നെ പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് ഓസി എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ഇത് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഇവരൊന്നും കുറ്റപ്പെടുത്താനൊന്നുമല്ല, ഈ കോണ്ടെക്സ്റ്റിനകത്ത് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഇതിനകത്തൊരു സംഭവമുണ്ട്, പറയാം, കാണാം. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തന്നെ. എന്തെങ്കിലും അതായത് ചിക്കൻ അവിടെ ഓസി എല്ലാവർക്കും സെർവ് ചെയ്യുകയാണ്. അപ്പം സിന്ധു കൃഷ്ണ ഓൾറെഡി അത് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പം വലിയ കുട്ടിക്ക് കാല് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആരോടാ? അശ്വിനോടാ. ചിലപ്പോൾ അശ്വിനോടുള്ള വളരെയധികം സ്നേഹമാണ്, ഒരു അമ്മയുടെ വാത്സല്യം പോലെ. ഞാൻ ഇന്ന് വരെ സിന്ധു കൃഷ്ണ ഒരിക്കൽ പോലും ഈ അശ്വിനോടൊരു മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നതോ അവരെ നീ വേറൊരാളാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതോ ഒന്നും ഞാൻ ഈ നിമിഷം വരെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം, അവർ ആ ഒരു ഫ്രീഡം കൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക. ബട്ട് ഇതെവിടെയാണ് വന്നേക്കുന്ന ഈ വീഡിയോ? പബ്ലിക്കിലാണ്, സോഷ്യൽ മീഡിയയിലേക്കാണ്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ തലച്ചോറുണ്ടല്ലോ പ്രോസസ്സ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു വീട്ടിൻ്റെ അകത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഇത് കാണുന്ന എല്ലാവരും കാണണമെന്നില്ല. അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷം കമൻറ്റുകളും ഇവരെ നിരന്തരമായിട്ട് വീഡിയോ കാണുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഹേർട്ടായി. അതിനകത്ത് വളരെ റൂഡാണ് സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പെരുമാറുന്നത്. അതായത് വലിയ കുട്ടിക്ക് കാല് വേണ്ട, ഈ പുള്ളിക്കാരന് വലുതില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നൊക്കെ കണ്ടു നോക്ക്. ബാക്കി ഉണ്ടെങ്കിൽ അല്ലേ പക്ഷേ നിഷാനിക്കും കൂടെ അല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. വലുതില്ലെന്ന് എന്തോ പുള്ളിക്കാർ ചോദിക്കുന്നുള്ള കമൻറ്റ് ബോക്സിനകത്ത് കാണാം. അപ്പം ഇതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തത്. അപ്പം അതും ഓസിയും അതിനെ വളരെയധികം ഗൗനിക്കുന്നില്ല. കാരണം അവരുടെ ലൈഫിൻ്റെ അകത്ത് ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല. ഇതൊരു വീഡിയോ എടുക്കുന്നു, അവരങ്ങ് സെർവ് ചെയ്യുന്നു എന്ന് പോകുന്നേ ഉള്ളൂ. ആ കുട്ടിയോ അശ്വിനോ സിന്ധു കൃഷ്ണയോ ആരും ഇവിടുത്തെ കുറ്റക്കാരല്ല. പക്ഷെ പ്രശ്നം എന്തെന്നറിയാമോ?
ഇത് നിങ്ങൾ ഇട്ടേക്കുന്നത് യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ്, സോഷ്യൽ മീഡിയക്കകത്താണ് ഇട്ടേക്കുന്നത്. നിങ്ങളെ കാണുന്ന ഇതുവരെ നിങ്ങളെ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ഡൗൺഫോളിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ഭാഗത്താണ് തെറ്റെന്ന് അവർക്ക് തോന്നി. അതേ തോന്നൽ തന്നെ ഇന്ന് അവിടെ ഇരിക്കുന്ന അശ്വിനോട് നിങ്ങളൊരു അനീതിയായിട്ടുള്ള പരിപാടി കാണിച്ചതുപോലെ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കണ്ണിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, അവരുടെ ചിന്തയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവിടെ ആ ഒരു കാര്യം നിങ്ങൾ അത് വീഡിയോ എഡിറ്റ് ചെയ്ത് പബ്ലിക്കിലേക്ക് ഇടുന്നതിന് മുമ്പ് ആൾക്കാർ സെൻസിറ്റീവായിട്ട് ചില ചിന്തിച്ചേക്കാം ഇങ്ങനൊരു കാര്യം. അപ്പം ചോദിക്കും ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ? അത് നമുക്കറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഇത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ അകത്ത് മാത്രം വന്നേക്കുന്ന ഒരു ചെറിയ കാര്യമാണ്. ഇതിനകത്ത് വലിയ രീതിയിൽ കോണ്ടന്റ് ആക്കുന്നതല്ല. പക്ഷേ ഇത് 2 ദിവസത്തിന് മുമ്പിട്ട് അവസാനം ഇതിനകത്ത് ഇത് എന്താണ് ഒരുപാട് കമൻറ്റ്, ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്തുള്ള കമൻറ്റുകളാണ് രസം. ഓക്കെ, ഇതിനകത്ത് ആ പുള്ളിക്കാരത്തി ഇട്ടേക്കുന്ന കമൻറ്റിൻ്റെ താഴെ തന്നെ വന്നിരിക്കുന്ന കമൻറ്റുണ്ട്, ബേസിക് റെസ്പെക്ട്, ഹസ്ബൻഡ് കുറച്ച് റെസ്പെക്ട് കൊടുക്കണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ദിയ കൃഷ്ണനോട് പറയുക. ദിയയുടെ കമൻറ്റിന് ലൈക്ക് 119, തൊട്ട് താഴത്തെ കമൻറ്റിന് 213 ലൈക്സ്. അതായത് ഈ ഒരു സംഭവത്തിന് ഈ വീഡിയോക്കകത്ത് എഗെയിൻസ്റ്റ് ആണ് മെജോറിറ്റി ആൾക്കാർ. മെജോറിറ്റിയുടെ സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ പറയുന്നതല്ല. എങ്കിലും എനിക്ക് ആ പയ്യൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ തോന്നി. ഇനി ഞാൻ പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറയാം. പണ്ട് ഞാൻ ചില സ്ഥലങ്ങളിൽ നമ്മളെ ചില ആൾക്കാരുമായിട്ടൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ പോയി, എന്ന് വെച്ചാൽ ഇപ്പം എന്നല്ല, കൊച്ചു പ്രായത്തിൽ. അപ്പം ഈ കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളും കൂടെ ഇരിക്കുന്ന സമയത്ത് ഇവർ കാണിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, വീട്ടിലും അച്ഛനമ്മമാർക്ക് നമ്മൾ വളരെ കൂലിപ്പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ്. അപ്പം നമ്മൾ ഇവരുടെ ഇത്തിരി സോക്കോൾഡ് നമ്മുടെ ആ ഒരു ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ അവരുടെ കൂടെയൊക്കെ ചില സമയങ്ങളിൽ കഴിച്ചിട്ട് പോകാൻ നിർബന്ധിക്കുമ്പോൾ കൂടെ പോയിരുന്ന് കഴിക്കും. ഈ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ വിളമ്പി തരുമല്ലോ, എല്ലാവർക്കും വിളമ്പി കൊടുക്കണ പോലെ. ഈ വിളമ്പി തരുന്ന സമയത്ത് ഈ നമുക്ക് തരുമ്പോൾ ഉണ്ടല്ലോ, അവരതിനകത്ത് നിന്ന് ഇതെല്ലാം നോക്കിയിട്ട് എവിടെയെങ്കിലും പൊട്ടും പൊടി ഉണ്ടോ എന്നൊക്കെ നോക്കി തന്നെ തിരഞ്ഞു വെച്ച് തരും. ഇത് കാണുന്നതും ഇത് കഴിക്കാനും ഒരു വെറുപ്പും ഒരു അവജ്ഞയും ഒരു വല്ലാത്തൊരു അതിവൈകാരികതയും സെറ്റപ്പൊക്കെ ഉണ്ടാവും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യവും എനിക്ക് വിഷമമൊക്കെ വരും. അങ്ങനെ സമയത്ത് എൻ്റെ ചേട്ടൻ എന്നെ പിടിച്ചിട്ട് ഇരിക്കും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തും. ഞാൻ കഴിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇത് ലൈഫിൽ ഒറ്റ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പണിക്ക് ഞാൻ പോയിട്ടില്ല. മറ്റേ അഭിമാനം എന്നുള്ള സാമാനം ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് പിന്നെ പോയിട്ടില്ല, ഒരുത്തൻ്റെ മുമ്പിലും പോയിട്ടില്ല. കഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നതിൻ്റെ അന്ന് മുതൽ 5ാം ക്ലാസ് മുതൽ ഞാൻ പഠിച്ചിട്ടാണ്, ജോലി ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. 5ാം ക്ലാസ് മുതൽ ഇത്ര ആയിരുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞ വെച്ചാൽ അതിവൈകാരികതയാണ്. ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഡിസ്റെസ്പെക്ട്ഫുള്ളി നമ്മോട് പെരുമാറുന്ന സ്ഥലത്ത് നമുക്ക് പിന്നെ അവരുടെ ഫുഡും മറ്റുള്ള സാധനത്തിൻ്റെ അകത്തും അവിടെ തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന സമയത്ത് ഒരു സംഭവം ഇവിടെ അവരത് കാണിച്ചു എന്നല്ല. ബട്ട് സമൂഹത്തിൻ്റെ പല സമയങ്ങളിൽ പല തുറയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടത് നിങ്ങളായിരുന്നു. നിങ്ങളിത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വയ്ക്കുന്ന സമയത്ത് അതിന് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈക്വൽ ആണോ? കമൻറ്റ് ബോക്സിനകത്ത് ചോദിക്കും, നിമേഷ് രവി ഉണ്ടല്ലോ പുള്ളിക്കാരൻ, നമ്മുടെ അഹാനയുടെ അതിൽ, ആ പുള്ളിക്കാരനോ അർജുനാരെന്ന് എനിക്കറിയത്തില്ല, അർജുനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമോ? അർജുൻ ഓക്കെ, അപ്പം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക. മേ ബി ആയിരിക്കത്തില്ല, ചിലപ്പോൾ അവരോട് ചിലപ്പോൾ കുറച്ചുകൂടെ അവർക്ക് ഇത് കൊടുക്കുമെന്ന് പറയുമായിരിക്കും. പക്ഷെ അശ്വിനോട് ചിലപ്പോൾ ഒരു മകൻ എന്നുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കാം അങ്ങനെ കാണിക്കാമല്ലോ ഒരു അമ്മയ്ക്ക്. പക്ഷെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇത് നിൽക്കുമ്പോൾ അവർക്കത് ചോദ്യം ചെയ്യും. അതിന് സംശയമൊന്നും വേണ്ട. അത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കണം, പബ്ലിക്കിലേക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കണം. അത്ര ഹീ സച്ച് എ ജം. എനിക്ക് അതിൽ കുറഞ്ഞ പുള്ളിയെ വിശേഷിപ്പിക്കാറൊന്നുമില്ല. അത് ഏത് സെൻസിൽ വേണമെന്ന് എനിക്ക് കാണാം. എനിക്കത് ഞാൻ അതിനെ ബോധർ ചെയ്യുന്നില്ല. നിങ്ങളിനി എന്തും പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ബട്ട് അത് ആ ഒരു സംഭവം. ഓക്കെ, ഇനി ഈ കമൻറ്റ് ബോക്സിലേക്ക് പോവാം. ദിയ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഹസ്ബൻഡിനെ റെസ്പെക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം സ്വന്തം വീട്ടുകാരെ ട്രീറ്റ് ചെയ്യുക. പലപ്പോഴും അശ്വിനെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. കുഞ്ഞു ഉണ്ടാകാൻ മാത്രമല്ലല്ലോ പാർട്ട്ണർ, ഇനി ശ്രദ്ധിക്കണം എന്നുള്ള ആൾക്കാരുടെ കമൻറ്റ്. വളരെ മോശമായി പോയി സിന്ധു, ഒരു ചിക്കൻ കറിയിൽ അല്ല പ്രയോറിറ്റി ഇരിക്കുന്നത്. എന്നാലും അശ്വിൻ്റെ സ്ഥാനത്ത് നിമിഷോ അർജുനോ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? അവരെ മുൻപിലിരുത്തി നിങ്ങൾ സ്വയം വിളമ്പി കഴിക്കുമോ? അതോ അവർക്ക് സെർവ് ചെയ്തതിനു ശേഷം നിങ്ങൾ കഴിക്കുമോ? ആണുങ്ങൾക്ക് വിളമ്പി കൊടുത്തിട്ട് പെണ്ണുങ്ങൾ കഴിക്കൂ എന്നൊന്നുമില്ല. എന്നാലും പെൺമക്കൾ ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല പരിഗണന കിട്ടണമെന്നല്ല അച്ഛനമാകിയത്. അതുപോലെ മകളുടെ ഭർത്താവും തിരിച്ചു ആ പരിഗണന കൊടുക്കണം. വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്ന 20-30 മിനിറ്റ് അല്ല കാണുന്നല്ല നിങ്ങളുടെ റിലേഷൻ എന്നറിയാം. എന്നാൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. സിന്ധുസ് പാരൻസ് ഹാവ് നോട്ട് കൺസിഡേർഡ് because he was not that rich as them, same as she is doing with her son-in-law. പണത്തിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെയാണ് എല്ലാവരും അത് കമ്പാരിസൺ നടത്തുന്നത്. ഞാൻ പറയട്ടെ, ഇത് സമൂഹത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയോ?
ഇപ്പം ഞാനൊരു സാധനം ഒന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എൻ്റെ കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യം, എൻ്റെ അടുക്കളയ്ക്കകത്തുള്ള കാര്യം എല്ലാം ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടിട്ടു. ഇട്ടതിന് ശേഷം ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല, ഇതൊക്കെ എൻ്റെ ഫാമിലിയല്ലേ, എൻ്റെ കുടുംബമല്ലേ, ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഞാൻ തുറന്നു കാണിച്ചു. ഞാൻ തുറന്നിട്ട ആ വാതായനങ്ങളിലൂടെ ആൾക്കാർ കണ്ടതിന് ശേഷം ഞാൻ പോലും ചിന്തിക്കാത്ത സാധനങ്ങളായിരിക്കും ആൾക്കാർ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ, അമ്മയുടെ കണ്ണെന്താ വാടിയിരിക്കുന്നത്, ഇതെന്താ മോൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ മുടിയൊന്നും വെട്ടിക്കയറില്ല, ഇതൊന്നും നഖത്തിൻ്റെ ഇടയിൽ അഴുക്കാണല്ലോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. നമ്മൾ ശ്രദ്ധിക്കാത്തത് സമൂഹം ശ്രദ്ധിക്കും. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ ക്യൂരിയസ് ആയിരിക്കും. അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കോണ്ടന്റും എടുത്ത് പബ്ലിക്കിലേക്ക് ഇടാൻ എന്നുള്ളൊരു കാര്യം ഞാൻ എല്ലാവരോടും ഒരു പറയാം. ഞാൻ ഒരിക്കലും ഈ ഒരു ഫാമിലിയെ കുറ്റപ്പെടുത്തില്ല. ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞല്ലോ, അതായത് അശ്വിനെ ആ സ്ത്രീ ഒരിക്കലും അവരൊരു വേറൊരു തരത്തിൽ ഡിസ്ക്രിമിനേഷൻ നടത്തുന്നതായിട്ട് തോന്നിയിട്ടില്ല, ഒരു സ്ഥലത്തും തോന്നിയിട്ടില്ല. മുമ്പൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇതിപ്പോഴൊന്നുമല്ലല്ലോ, കുറേ നാളിന് മുമ്പ് എന്തോന്നും ഈ അശ്വിൻ്റെ വീട്ടുകാർ വന്ന സമയത്ത് വട കൊടുത്തില്ലെന്നോ, വട കൊടുക്കാതെ എങ്ങനെ എന്ത് സംഭവം, ഓക്കെ, ആ ഒരു സാധനം ഒരു വിഷയം ഉണ്ടായി. പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഇവർ വീണ്ടും എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് വന്നു. ഇന്നിപ്പം ഓസി, ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ദിയ കൃഷ്ണ, ഓസി ഇവരുടെ വീഡിയോസൊക്കെ എടുത്ത് ചെയ്തിട്ടുള്ള മെജോറിറ്റിയും ഇവരുടെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസാണ്. അതിൽ ചിലതൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇവരുടെ ആരുടെയും PR ഒന്നും അല്ലല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ട നല്ല അഭിപ്രായം പറയുന്ന പോലെ തന്നെ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എതിർപ്പായിട്ടുള്ള അഭിപ്രായങ്ങൾ വിമർശനാത്മകമായിട്ട് പറയാം. അതിനപ്പുറത്തേക്ക് അവരുടെ കുടുംബജീവിതം താറുമാറാക്കുന്ന ഒരു വിഷയം ഞാൻ എടുക്കാറില്ല, സംസാരിക്കാറില്ല. ബട്ട് വലുതായില്ലേ എന്ന് 2-3 ആവർത്തി അശ്വിൻ, വലുതില്ലേ എന്ന് 2-3 ആവർത്തി അശ്വിൻ ദിയയോട് ചോദിക്കുന്നുണ്ട്. ദിയ മൈൻഡ് ചെയ്യുന്നില്ല. അത് മാത്രം എന്തോ പോലെ തോന്നി. നെഗറ്റീവ് കമൻ്റ് അല്ല, തോന്നിയത് പറഞ്ഞു. ദിയയുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരുന്ന കാണുന്ന ആളാണ് ഞാൻ. എല്ലാവരും ഒരുപോലെ പറയണമെങ്കിൽ കാരണം ഉണ്ടാകുമല്ലോ. ഒന്നുകൂടെ ആ സീനെടുത്ത് നോക്ക്, ദിയയ്ക്ക് മനസ്സിലാകും. ഓസീസ് മദർ ബിഹേവിയർ ഈസ് വെരി ബാഡ് എന്നൊക്കെ പറയുന്നു, റൂഡെന്ന് പറയുന്നു. വല്ല നിമിഷമായിരുന്നെങ്കിൽ സിക്കരിക്കലം മൊത്തം പ്ലേറ്റിൽ കമഴ്ത്തിയേനെ എന്നൊക്കെ പറയുന്നത്. ഈ നിമിഷം എന്ന് പറയുന്ന പുള്ളിയല്ലേ നമ്മുടെ ലോകയുടെ സിനിമാറ്റോഗ്രഫി അല്ലേ. അശ്വിൻ ഇപ്പോൾ മനസ്സിലാക്കില്ല. ബട്ട് നിമിഷ് ആൻഡ് അർജുൻ സൺ ഇൻ ലോ ആയിട്ട് വരുമ്പോൾ അശ്വിൻ മനസ്സിലാക്കും റിയാലിറ്റി എന്നൊക്കെ പറയുന്നു. സോ ഭയങ്കര കമ്പാരിസൺ നടത്തുന്ന ആ വീട്ടിനകത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരും അശ്വിൻ്റെ ഒരു ഇതൊക്കെ കുറഞ്ഞ് നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ സിന്ധു അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത വ്ളോഗിൽ അശ്വിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു, സ്പേസ് കൊടുക്കുന്നു. ഷീ ഈസ് ട്രൈയിങ് ടു ദാറ്റ്, ഷീ ഈസ് ലവിങ് കെയറിങ് ആൻഡ് കൺസിഡറിങ് അശ്വിൻ, ബട്ട് ഷീ ഈസ് ഫേക്ക്, ഇറ്റ്സ് വിസിബിൾ എന്നൊക്കെ പറഞ്ഞു. 570 കറക്റ്റ് എന്ന ആൾക്കാരുടെ എല്ലാ പക്കാ ഫേക്ക് ടീംസ് എന്നൊക്കെ പറയുന്നു. അൺഫോളോഡ് സിന്ധു കൃഷ്ണ റൈറ്റ് അവേ സച്ച് ആൻ അരഗൻ ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട് അൺഫോളോഡ് ഓൾ ദെയർ ചാനൽസ്. എന്തോ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, സാധാരണ ഇതിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്നത് എനിക്ക് പോലും ആ സംഭവം കണ്ടപ്പം അതത്ര ഒരു നല്ലൊരു ഇതിൽ എനിക്ക് എടുക്കാൻ. ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്, പല സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നവരാണ്. എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാവരോടും ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യവും എനിക്കും വളരെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിയാവും. മറിച്ച് പബ്ലിക്കിലേക്ക് ആ സാധനം പോകുമ്പോൾ പബ്ലിക് അതിനെ ജഡ്ജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പരിപാടി ചെയ്യാതിരിക്കണം, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങളൊക്കെ ഞാൻ വിട്ടുതരുന്നു. ഇതൊരു 30 മിനിറ്റോളം വരുന്ന വീഡിയോയുടെ വളരെ ചെറിയൊരു പാർട്ടിൽ മാത്രം നടന്നൊരു കാര്യമാണ്. ആ കാര്യത്തിൻ്റെ അകത്ത് ഒരു ചിക്കൻ കറി വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നു. അത് ആദ്യം തന്നെ ആ ഒരു ലേഡി സിന്ധു കൃഷ്ണകുമാർ അതെടുത്ത് കോരി കഴിച്ചിട്ട് അവർ നല്ലതെന്ന് പറയുന്നു. അതിനകത്ത് എനിക്ക് ഒരു തെറ്റ് തോന്നിയില്ല. കാരണം അവർ കഴിച്ചിട്ട് നല്ലത് പറയുന്നു, അവരുടെ ആ ഒരു കഴിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിനുള്ള ഒരു ഇത് കൊണ്ടായിരിക്കാം. രണ്ടാമത് ഈ സാധനം ഇവർ കഴിച്ചോടൊപ്പം തന്നെ രണ്ടാമത് തൊട്ടടുത്തിരിക്കുന്ന അശ്വിൻ അവിടെ അശ്വിനെ അറിയാമല്ലോ. അശ്വിൻ ഭയങ്കര ചിരിച്ച മുഖവും എപ്പോഴും ആൾ ദേഷ്യപ്പെടുന്നത് പോലും ഓക്കെ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ. അതോടൊപ്പം തന്നെ നമ്മുടെ ദിയാകൃഷ്ണയുടെ അന്ന് പ്രഗ്നൻസി വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ആ മനുഷ്യനെ നോക്കണം, ആ പയ്യനെ നോക്കണം, ഒരു ജമ്മെന്ന് പറഞ്ഞാൽ പോലെ. ബിക്കോസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറാണ് പുള്ളിക്കാരൻ. കാരണം പാട്ടൊക്കെ പാടി ആ പുള്ളിക്കാരുടെ ടെൻഷനൊക്കെ മാറ്റി എന്തുമാത്രം കൂടെ നിൽക്കുന്നൊരു പയ്യനാണ്. അപ്പം അങ്ങനെയുള്ളൊരു പയ്യൻ. അപ്പം ആ ഒരു പയ്യൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവനൊരു വലിയ പീസുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് ഓസി മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ടും അവൻ അവിടെ നിന്നും കണ്ടെത്തിയതിൽ ഒരു അറ്റവും വക്കൊക്കെ പൊട്ടിയിട്ടുള്ള ഒരു ചിക്കൻ്റെ കാലെടുത്ത് കൊടുക്കുന്നു. അതിൻ്റെ കണ്ടപ്പോഴും അവൻ്റെ മുഖം അത്ര നോർമലല്ല. സോ ഇങ്ങനെ ഒരു സംഭവം വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കാം മേ ബി. പക്ഷെ അത് കാണുന്ന ആൾക്കാർക്ക് അത് അത്ര ഇതായിട്ട് തോന്നത്തില്ലെന്ന്. എന്തുകൊണ്ടാണ്? സിനിമയാണെന്ന് നമുക്കറിയാം. ഈ പറയുന്ന ഹൃദയപൂർവ്വം നമുക്ക് സിനിമയാണെന്നറിയാം, തുടരും സിനിമയാണെന്നറിയാം, നമുക്ക് പല സിനിമകളും സിനിമയാണെന്നറിയാം. എന്തുകൊണ്ടാണ്? സിനിമയ്ക്കകത്തുള്ള ആ അഭിനയിക്കുന്ന അഭിനേതാക്കളുടെ പേരും അഭിനേതാക്കളുടെ അത് ക്യാരക്ടറാണെന്ന് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ആ സിനിമ തിയേറ്ററിൻ്റെ അകത്ത് പോയിട്ട് അവർ കരയുമ്പോൾ നമ്മൾ കരയുന്നു, അവർ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, ആ വികാരത്തിനൊപ്പം നമ്മൾ പോകുന്നു. ആകാശദൂത് സിനിമ കണ്ടാൽ നമ്മൾ ചിരിക്കുന്നു, ആകാശദൂത് സിനിമ കണ്ടാൽ നമ്മൾ കരയുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസിൻ്റെ അകത്തുള്ള ക്ലൈമാക്സ് രംഗം കണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞ് പണ്ടാറടങ്ങും. ഇതെല്ലാം കാണുന്നു. ചില സിനിമകൾ CID മൂസ കണ്ടാൽ നമ്മൾ ചിരിക്കുന്നു, ആ ഇമോഷനൊപ്പം സഞ്ചരിക്കും. ഓക്കെ,
ആ ഇമോഷൻ തന്നെയാണ് അവിടെ വർക്ക് ആവുന്നത്. അവിടെ ആ കാണുന്ന ഓരോ മനുഷ്യജീവികളല്ലേ, അവരുടെ ഇമോഷൻസ് അവരുടെ ഫേസിൽ നിന്നൊക്കെ പലതും പുറത്തേക്ക് വരുന്ന സമയത്ത് ആൾക്കാരത് കാണുമ്പോൾ ഇവർക്ക് ആ ഒരു ഇമോഷൻ ഉണ്ടാവണമെന്നൊന്നുമില്ല. കാണുന്ന ആൾക്കാർക്ക് അത് റീഡ് ചെയ്യുന്ന മറ്റു തരത്തിലായിരിക്കാം. അതിന് സമൂഹത്തിനെയോ ഇത് കാണുന്ന വ്യൂവേഴ്സിനെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളൊരു കാര്യം പബ്ലിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് റെക്ടിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു വളരെ ലളിതമായ ഒരു റിക്വസ്റ്റ് മാത്രം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ എൻ്റെ ലൈഫിൻ്റെ അകത്തുള്ള അനുഭവം തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു ദിവസം ഒരേ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് എൻ്റെ മനസ്സിനെ വളരെ ഡീപ്പായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഇങ്ങനെ അനുഭവം ഉള്ള ആൾക്കാരും ഇവിടെ കാണുകയാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹാർഡ് ഫീലിംഗ് എന്നെ ഉണ്ടാക്കും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് പബ്ലിക്കിനെ കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റപ്പെടുത്താം, ബട്ട് പബ്ലിക്കിൻ്റെ കണ്ണ് മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ കമൻറ്റ് ബോക്സ് മൊത്തം ആ കംപ്ലൈൻ്റ് ആണെന്ന് കാണാം. അപ്പോൾ ഈ പറയുന്ന മുഴുവൻ കൂട്ടത്തോടെ ആൾക്കാർക്കും പ്രശ്നമായതാണോ? ഇതേ ആൾക്കാരുടെ കമൻറ്റുകൾ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകളാണ് ഒരു മുഴുനീളം ഇട്ടിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു ചിക്കൻ കാല്, ഇപ്പോൾ നമുക്ക് നോക്കാം ചിക്കൻ കാലിൻ്റെ കാര്യം കുറച്ച് എന്തുവായത് കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അവരുടെ മകനെ പോലെ തന്നെയാണ് സിന്ധു കൃഷ്ണകുമാർ എല്ലാവരും നോക്കുന്നതൊക്കെ നമുക്ക് കാണാം, അത്രയും മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാരത് ജഡ്ജ് ചെയ്യും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ടും വേറൊന്നും പറയില്ല. സോ അവരവരുടെ ലൈഫിൻ്റെ അകത്തുള്ള നല്ല മൊമെൻറ്റ് സമൂഹം കണ്ടോട്ടെ, മറ്റുള്ളവർ കണ്ടോട്ടെ എന്ന് കരുതി അവർ വീഡിയോ ചെയ്തു. ബട്ട് അത് കണ്ടതിന് ശേഷം അത് അവർക്ക് നെഗറ്റീവായിട്ട് മാറിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അവർ തന്നെ ചിന്തിക്കട്ടെ. എനിക്കത് കണ്ടിട്ട് ഞാൻ എൻ്റെ ലൈഫും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള പല കാര്യങ്ങൾ കാണുന്നതായിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ എന്തോ ഒരു ചെറിയൊരു പൊരുത്തക്കേട്. അല്ലാതെ അവർ കുറ്റം മനഃപൂർവ്വമായിട്ട് ആ പയ്യനെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ബാക്കി അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുമായിരിക്കും മേ ബി. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനകത്തൊക്കെ? 2 ദിവസത്തിന് മുമ്പ് നടന്ന കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ ബൈ.